നമുക്കൊപ്പം സുനിഷയും റഹീസ് റഷീദും തുടരുന്നുണ്ട്. സുനിഷ അയ്യല്ലൂർ, കേസന്വേഷിച്ച ഉദ്യോഗസ്ഥന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ തത്സമയം കേട്ടത്. ഗ്രീഷ്മയെ പുറത്തേക്ക് ഇറക്കിയോ? സുജയ, ഇറക്കിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഗ്രീഷ്മയെ പുറത്തിറക്കുമെന്നുള്ളതാണ്. മറ്റ് കാര്യങ്ങളൊക്കെ തന്നെയും കോടതിക്കകത്ത് നടത്തേണ്ടതുണ്ട്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഗ്രീഷ്മ പുറത്തിറങ്ങുമെന്നുള്ളതാണ്. അതിനുശേഷം അവരുടെ പ്രതിഭാഗം അഭിഭാഷകൻ, ഒപ്പം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ, അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ പുറത്തേക്ക് ഇറങ്ങും. അതിനുശേഷം അവരുടെ എല്ലാം തന്നെ പ്രതികരണം തേടുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ കൃത്യമായ ഒരു വധശിക്ഷ എന്നത് തന്നെയായിരുന്നു അവരുടെ ആവശ്യം. അതേതായാലും കോടതി ശരിവച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്, വധശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ അവർ കണ്ടെത്തിയ പല വാദങ്ങൾ, ഈ പറയുന്നത് പോലെ പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്ന പല വാദങ്ങളും അത് ശരിയാണ് എന്നത് കോടതി ശരിവച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അവർക്കിനി ഈ കോടതി വിധിക്ക് പിന്നാലെ പറയാനുള്ളത് എന്നതുകൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞതുപോലെ നെയ്യാറ്റിൻകര കോടതി പരിസരത്താകെ വലിയ ജനക്കൂട്ടമാണ് രാവിലെ മുതൽ കണ്ടത്. കാരണം കഴിഞ്ഞ ദിവസത്തിൽ തന്നെ വിധി പ്രസ്താവം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസവും ഇതേ രീതിയിലുള്ള ജനക്കൂട്ടം കണ്ടിരുന്നു. പക്ഷേ ഇന്ന് വിധി പ്രസ്താവം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചതോടുകൂടി തന്നെ രാവിലെ മുതൽ തന്നെ ഈ നെയ്യാറ്റിൻകര കോടതിക്ക് സമീപം നിരവധി പേർ എത്തുന്നു. അവർ പറയുന്നത് തന്നെയും ഈ വധശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ എത്തിയ നിരവധി പേർ ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റ് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇരട്ട ജീവപര്യന്തമായിരിക്കുമോ, ഇളവ് ലഭിക്കുമോ എന്നതടക്കമുള്ള സംശയങ്ങൾ നമുക്കും രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. പക്ഷേ ഒരിളവിൻ്റെ ആനുകൂല്യവും വേണ്ട എന്നുള്ളതും വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും തന്നെ ഇല്ല എന്നുള്ളതും തന്നെയാണ് കോടതിയും നിരീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ വധശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഏതായാലും ഗ്രീഷ്മ പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ അകത്ത് മറ്റ് ഈ ശിക്ഷാവിധി കഴിഞ്ഞതിന് ശേഷമുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനുശേഷം തന്നെ അല്പസമയത്തിനകം ഈ ഗേറ്റിലൂടെ തന്നെ പുറത്തേക്ക് വരുമെന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് മറ്റു പ്രതികരണങ്ങൾ തേടേണ്ടതുണ്ട്. നേരത്തെ റഹീസ് പറഞ്ഞതുപോലെ വളരെ വൈകാരികമായ രംഗങ്ങളിലൂടെയാണ് കോടതിക്കകം കടന്നുപോയത് എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ വിധി കേൾക്കുമ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും ഗ്രീഷ്മയുടെ പിതാവ് ഈ വിധി കേൾക്കാനായി കോടതി പരിസരത്ത് ഉണ്ടായിരുന്നു എന്നതാണ്. അദ്ദേഹം പൊട്ടിക്കരയുന്ന ഒരു കാഴ്ച, ഒപ്പം തന്നെ ഷാരോണിൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും പൊട്ടിക്കരയുന്ന ഒരു കാഴ്ച, പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈകൂപ്പി കോടതിക്ക് നന്ദി പറയുന്ന ഒരു കാഴ്ച. കാരണം അവർ കഴിഞ്ഞ ദിവസം ഈ അമ്മയെ കുറ്റവാളിയല്ല എന്ന് പറഞ്ഞതിന് ശേഷവും അവർ പറഞ്ഞൊരു കാര്യം, ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക്, ഈ കുറ്റം ചെയ്തിരിക്കുന്ന ഗ്രീഷ്മയ്ക്ക് കൃത്യമായ ശരിയായ ശിക്ഷ ലഭിക്കണമെന്ന ആവശ്യമായിരുന്നു രക്ഷിതാക്കൾ പ്രധാനമായും ഷാരോണിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞിരുന്നത് എന്നതാണ്. അവർ പറഞ്ഞതും അത് തന്നെയാണ്, വധശിക്ഷ നൽകണമെന്നതാണ്. കാരണം ഈ നരകിച്ച് കൊല ചെയ്തു എന്നുള്ളത് തന്നെയാണ് അവരും പറഞ്ഞിരിക്കുന്നത്. 11 ദിവസം ഒരു വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത തരത്തിൽ ആശുപത്രി കിടക്കയിൽ കിടന്നാണ് ഷാരോൺ മരിച്ചത് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അതൊക്കെയും കണക്കിലെടുത്തുകൊണ്ട് വധശിക്ഷ തന്നെ നൽകണമെന്ന ആവശ്യം കുടുംബം തുടക്കം മുതൽ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അത് ശരിവയ്ക്കുന്നു, അത് കോടതി അംഗീകരിക്കുന്നു, ജഡ്ജ് ഈ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു എന്നത് തന്നെയാണ് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നതും. ഏതായാലും കുടുംബത്തിൻ്റെ അടക്കമുള്ള പ്രതികരണം നമ്മൾ അല്പസമയത്തിനകം തന്നെ തേടുമെന്നുള്ളത് തന്നെയാണ്. ഏതായാലും 2 വർഷത്തിന് ശേഷം, 2.25 വർഷത്തിന് ശേഷം വിധി വരുമ്പോൾ ഒരുപക്ഷെ പോലീസിനെ അഭിനന്ദിച്ചതുപോലെ ഏറ്റവും പെട്ടെന്ന് ഈ സാഹചര്യ തെളിവുകൾ, ഈ ആദ്യം ഇത് ലോക്കൽ പോലീസായിരുന്നു അന്വേഷിച്ചിരുന്നത്. ആ സമയത്തൊക്കെ തന്നെയും ഗ്രീഷ്മയിലേക്ക് സംശയം എത്തി ചോദ്യം ചെയ്യുന്ന വേളയിലൊക്കെ തന്നെയും ഗ്രീഷ്മ പല കുറി സംശയം, ഈ ചോദ്യങ്ങളെ മറിച്ചും തിരിച്ചും സംശയമുണ്ടാക്കുന്ന തരത്തിലായിരുന്നു ഈ ഉത്തരം പറഞ്ഞിരുന്നത് എന്നതാണ്. പലപ്പോഴും പോലീസിൻ്റെ അന്വേഷണം വഴിതിരിച്ചു വിടുന്ന തരത്തിലേക്ക് അന്ന് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഈ ഒരുമിച്ചും വീട്ടുകാരെ ഒരുമിച്ചിരുത്തിയും ഒറ്റയ്ക്കിരുത്തിയും ഒക്കെയുള്ള ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഗ്രീഷ്മ തന്നെ ഈ കുറ്റം സമ്മതിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ കൃത്യമായ പഴുതടച്ച ഒരു അന്വേഷണം, എത്രയും വേഗത്തിൽ അന്വേഷണം നടത്താൻ കഴിയുമോ അത്രയും വേഗത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരിയെ കണ്ടെത്തിക്കൊണ്ട് അതിലെ എല്ലാ തരങ്ങളും, ഒരുപക്ഷെ അന്ന് തെളിവെടുപ്പ് നടത്തുന്ന സമയമൊക്കെ തന്നെയും അവിടെ എത്തി ഈ കഷായക്കുപ്പി കണ്ടെത്തുന്നത്, ഈ തുരിശിൻ്റെ അംശമുണ്ടെന്ന് പറഞ്ഞ് ആ കുപ്പി കണ്ടെത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, ഈ പറഞ്ഞതുപോലെ ഓട്ടോക്കാരനുണ്ടെന്ന് പറയുന്നു, അങ്ങനെയൊരു ആയുർവേദ കടയുണ്ടെന്ന് പറയുന്നു, അങ്ങനെ ഓരോ സ്ഥലത്തും എത്തി ഓരോരുത്തരെയും കണ്ടെത്തിക്കൊണ്ട് മൊഴിയെടുത്ത് അന്വേഷണം നടത്തി അതിൽ പഴുതടച്ച ഒരു അന്വേഷണം അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ആ കോടതി നിരീക്ഷിക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ 2 വർഷം കഴിയുമ്പോൾ തന്നെ വാദം പൂർത്തിയായി ഒരു കേസിൽ വിധി പറയുന്നു എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം അന്തിമവാദം പറയുമ്പോൾ തന്നെ ജഡ്ജി പറഞ്ഞൊരു കാര്യം, എല്ലാ കേസുകളിലും ഇതേ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. ഏതായാലും